രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ അദ്ദേഹത്തിന്റെ പാലക്കാട്ട് മണ്ഡലത്തിൽ എത്തുമെന്നുള്ള സൂചന കിട്ടിയതോടെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നടന്നിരിക്കുന്നത്. അതായത് കാല് കുത്തിയാൽ ആ കാല് കാണില്ല എന്ന് പറഞ്ഞിരുന്ന CPM ഞങ്ങൾ ആ വഴിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണൊന്ന്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ചലനമുണ്ടാക്കാൻ കഴിയില്ലെങ്കിലും ആ പാലക്കാട്ട് മണ്ഡലത്തിലെങ്കിലും ചലനമുണ്ടാക്കാം എന്ന് കരുതിയ BJP വൻ പ്രതിഷേധവുമായി കോഴി കൂവുന്നതിന് മുൻപേ കാത്തിരിക്കുകയാണ്. മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് വരാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP നടത്തുന്ന ഈ MLA ഓഫീസിന് മുന്നിലുള്ള പ്രതിഷേധം അത് പോലീസിന് നോക്കി നിൽക്കാൻ കഴിയാത്തതാണ്. BJP നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. MLA ഓഫീസ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചതോടെയാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഒരിക്കലും ഒരു MLAയുടെ ഓഫീസ് താഴിട്ട് പൂട്ടുന്ന തരത്തിലേക്ക് ആ നാട്ടിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ആ പാർട്ടിയുടെ ജീർണത എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കേസോ ഒരു പരാതിയോ ഇല്ലാത്ത ഒരാളുടെ നേരെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാട്ടുന്നത് നിയമം കയ്യിലെടുക്കുന്നതിന് തുല്യമാണ്. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് MLA ഓഫീസിന് മുന്നിൽ ഈ പരാക്രമം കാട്ടിയത്. രാഹുൽ ഇന്ന് പാലക്കാട് മണ്ഡലത്തിലെത്തുമെന്ന പ്രചരണത്തെ തുടർന്ന് BJP ഇങ്ങനെയുള്ള ചില കളികൾ കളിക്കുമെന്ന് നേരത്തെ തന്നെ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു, സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ CPM അതിൽ നിന്നെല്ലാം പിന്മാറി. അവർക്ക് സംസ്ഥാന തലത്തിൽ തന്നെ തിരിച്ചടി കിട്ടുമെന്നുള്ള ഒരു ചില ബോധം വന്നിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി തന്നെ അത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഒരു കേസോ ഒരു പരാതിയോ ലഭിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ CPM ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇനിയൊരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് വെറും നൂറാംകിട ഏർപ്പാടാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ എഴുതിയതും വിളിക്കുന്നതുമായ മുദ്രാവാക്യങ്ങൾ കാണുമ്പോൾ ഒരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് BJP നിൽക്കുന്നത് എന്ന് തോന്നും. സ്ത്രീ പീഡന വീരൻ പാലക്കാടിന് വേണ്ട, ഭ്രൂണഹത്യ, സ്ത്രീ പീഡനം നടത്തിയ രാഹുൽ MLA സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ പോസ്റ്ററുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത്. രാഹുൽ നിയമസഭയിലെത്തിയത് ഇടതുപക്ഷവുമായുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണെന്നും BJP ഒത്തുതീർപ്പിന് തയ്യാറല്ല എന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. അവർക്ക് ചിലത് നേടാനുണ്ട്. രണ്ടാം സ്ഥാനത്ത് പാലക്കാട് മണ്ഡലത്തിൽ നിൽക്കുന്നത് BJP ആണ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് രാഹുൽ പാലക്കാട്ട് കാലുകുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അതുകൊണ്ട് രാവിലെ 4 മണി മുതൽ തന്നെ ഇവിടെ കാത്തു നിൽക്കുകയാണെന്നും പ്രതിഷേധക്കാർ അവരുടെ നേതാക്കൾ അറിയിച്ചിരിക്കുന്നു. രാഹുൽ പാലക്കാട്ടെത്തിയാൽ മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് BJPയുടെ വനിതാ നേതാക്കളെയും മുൻനിർത്തി അവർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ 4 മണി മുതൽ MLA ഓഫീസ് പരിസരത്ത് BJP പ്രവർത്തകർ കാത്തു നിൽക്കുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഏത് തരത്തിലാണ് ഇപ്പോൾ ആ കേസിലുള്ളത് എന്നുള്ളത് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരാതിയും കേസുമില്ലാത്ത ഒരു സംഭവത്തിൽ പെട്ട ഒരു MLAയെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ജനങ്ങൾ ആവേശപൂർവ്വം പ്രതീക്ഷയോടെ വിജയിപ്പിച്ചയച്ച ഒരു MLAക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇത് കേരളമല്ലേ എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടെത്തുമെന്നുള്ള പ്രതീക്ഷയും അതെങ്ങനെ ഒരു സ്ഫോടനാത്മകമാകുമോ എന്നുള്ള ആശങ്കയുമായി കേരളം കാത്തിരിക്കുകയാണ്.